വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗ്ലിറ്റർ കേക്കാണ്. യൂട്യൂബിൽ ഇത് ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല പളപള മിന്നുന്ന ഒരു കേക്കാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി സ്പോഞ്ചാണ്. അപ്പോൾ സ്ട്രോബെറി സ്പോഞ്ച് ഞാൻ ഇതിന് മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട് സ്ട്രോബെറി ഫോറസ്റ്റ് കേക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലിറ്റർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേക്ക് എന്ന് പറയുന്നതും സ്ട്രോബെറി ഫോറസ്റ്റിൻ്റെ ഫില്ലിങ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് വെറ്റ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ സിറപ്പ് അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷ് വെച്ചിട്ട് കൊടുക്കാം ഫില്ലിങ്സിൽ. അപ്പോൾ ഞാനിത് സ്ട്രോബെറി ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ക്രഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഗ്ലിറ്റർ കേക്ക് ഉണ്ടല്ലോ, ഏത് കേക്കിൻ്റെ മുകളിലും ചെയ്യാവുന്നതാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ഇനിയിപ്പോൾ ഏത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേക്കാണോ അതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് പറയാത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്ട്രോബെറി ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ കേക്കും കൂടി അതുപോലെ വെച്ച് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ തുടരുകയാണ്. പിന്നെ തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ തേർഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രീം കുറച്ച് ദൂരെയായിട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഏതൊരു കേക്കിനാണെങ്കിലും നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നത്. ഇപ്പം ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക്. എന്നിട്ട് ഈ മൊത്തത്തിൽ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സ്ക്രാപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് വിടുക. എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് നല്ലതുപോലെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ പാലറ്റ് നൈഫ് ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിന് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഗ്ലിറ്റർ വെച്ചിട്ട് ഫുൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നില്ല. എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിത് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ഗ്ലിറ്റർ കേക്ക് ആക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കണം ഈ ഒരു കേക്ക്. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ നല്ല കട്ടിയായിട്ട് കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മണിക്കൂറോ അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ ഏതായാലും ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്.
അപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്ലിറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാസ്റ്റൽ ഷുഗർ എടുത്തിട്ടുണ്ട്. ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. കാസ്റ്റൽ ഷുഗർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷൈനിങ് ഉള്ള ഒരു പഞ്ചസാര പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉള്ള ഒരു പഞ്ചസാരയാണ്. അപ്പോൾ ഇതൊരു ഒരു കപ്പ് എടുക്കുക, 1 കപ്പോ 1/2 കപ്പോ എടുക്കുക, കറക്റ്റ് മെഷർ ചെയ്തിട്ട്. എന്നിട്ട് അതേ സെയിം കപ്പിൽ തന്നെ നമ്മുടെ സാധാരണ പഞ്ചസാര ഉണ്ടല്ലോ, ആ ഒരു സാധാരണ പഞ്ചസാരയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എത്രയാണോ നിങ്ങൾ കാസ്റ്റൽ ഷുഗർ എടുക്കുന്നത് അത്രയും തന്നെ സാധാരണ പഞ്ചസാര എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു കേക്കിന് നമുക്ക് എന്തായാലും ഒരു 1/2 കപ്പ് കാസ്റ്റൽ ഷുഗറും 1/2 കപ്പ് നമ്മുടെ സാധാ ഷുഗറും വേണ്ടി വരും. ഇപ്പം ഞാൻ കാസ്റ്റൽ ഷുഗറും ഗ്രാനുലേറ്റഡ് ഷുഗറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് കളർ ഒരു 2-3 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ട്രോബെറി ഫോറസ്റ്റ് കേക്ക് ചെയ്തതുകൊണ്ടാണ് പിങ്ക് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതൊരു സിപ്ലോക്ക് ബാഗിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ചെറിയൊരു തരി പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ പളപളാ മിന്നുന്നത് കാണുന്നില്ലേ? വീഡിയോയിൽ വേണമെങ്കിൽ അത്രയും കാണുന്നില്ല, നല്ലതുപോലെ ഗ്ലിറ്ററിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കിത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞത് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ക്രീമൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ കൈകൊണ്ട് തന്നെ പതുക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേക്ക് മൊത്തം ആ ഒരു ഷുഗർ വെച്ചിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു പളപളാ മിന്നുന്ന കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് വീഡിയോയിൽ അത്രക്കും ഒരു പളപളാ മിന്നുന്നത് കാണാത്തതാണ് കേട്ടോ. നന്നായിട്ട് നല്ലതുപോലെ ഗ്ലേസിങ് ചെയ്യുന്നുണ്ട് കേക്ക്. ഇനി നമുക്കിതിലോട്ട് വേഫർ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. എഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നോൺ എഡിബിൾ ഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നോൺ എഡിബിൾ സാധനങ്ങളൊക്കെ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമറോട് പറഞ്ഞാൽ മതി എടുത്ത് കളയണമെന്ന്. ഇപ്പോൾ ഞാൻ ഏതായാലും എഡിബിൾ വേഫർ ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ കാസ്റ്റൽ ഷുഗർ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പളപളാ മിന്നുന്ന കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കാണുക. ഒരുപാട് കേക്ക് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അപ്ലോഡ് ചെയ്യും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.